മാസങ്ങളായി വേതനം നൽകിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ദേശീയ ആരോഗ്യ ദൗത്യം ജീവനക്കാർ സമരത്തിനിറങ്ങിയത്. കറുത്ത ബാഡ്ജ് അണിഞ്ഞും വാ മൂടിക്കെട്ടിയുമായിരുന്നു ആശുപത്രികളിൽ ജീവനക്കാരുടെ പ്രതിഷേധം. മാസങ്ങളായി വേതനം നൽകിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദേശീയ ആരോഗ്യ ദൗത്യം ജീവനക്കാർ സമരത്തിനിറങ്ങിയത്. കറുത്ത ബാഡ്ജ് അണിഞ്ഞും വാ മൂടിക്കെട്ടിയുമായിരുന്നു ആശുപത്രികളിൽ ജീവനക്കാരുടെ പ്രതിഷേധം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആനുപാതിക തുക നൽകിയാണ് NHM ജീവനക്കാർക്ക് വേതനം നൽകുന്നത്. എന്നാൽ കേന്ദ്ര വിഹിതം ലഭ്യമാക്കാത്തതുകൊണ്ട് തങ്ങളുടെ ശമ്പളം മുടങ്ങി എന്നതാണ് ജീവനക്കാരുടെ പരാതി. കേന്ദ്രം വിഹിതം നൽകിയില്ലെങ്കിലും സംസ്ഥാന സർക്കാർ തങ്ങളുടെ വിഹിതം കൃത്യമായി നൽകാറുണ്ടെന്നും ജീവനക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. കേരളത്തിന് നൽകേണ്ട ആരോഗ്യ വിഹിതത്തിൽ നൽകേണ്ട ഫണ്ട് നൽകാത്തതിൻ്റെ പ്രതിഷേധമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ കാണിച്ചത്. ഇന്നല്ല, ഇത് കുറച്ച് ദിവസമായി ഞങ്ങൾ പ്രതീകാത്മകമായ സമരം തുടങ്ങിയിട്ട്. ഈ 60% കേന്ദ്രം ഇതുവരെ നൽകിയിട്ടില്ല. കേരളം 60% നൽകിയാൽ മാത്രമേ കേരളം 40% നൽകേണ്ടതായിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും 60% നൽകിയിരുന്നില്ലെങ്കിലും 40% കേരള സർക്കാർ നമ്മൾക്ക് വേണ്ടി അനുവദിക്കുകയും ചെയ്തിരുന്നു. അത് 10 മാസം കൊണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് തരാനുള്ളത് കേരള സർക്കാർ ചെയ്തു. ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള പലരും ഹോസ്റ്റലുകളിൽ താമസിച്ചാണ് ജോലിക്കും മറ്റും എത്തുന്നത്. എന്നാൽ ഹോസ്റ്റൽ ഫീസ് നൽകുവാനോ ഭക്ഷണത്തിനോ തങ്ങളുടെ പക്കൽ പണമില്ലാത്ത അവസ്ഥയാണെന്നും ജീവനക്കാർ പറയുന്നു. ഒരു മാസം ഹോസ്റ്റലിൽ പോലും ഫീസ് കൊടുക്കാൻ പോലും വഴിയില്ലാതിരിക്കുന്നവർ, കുട്ടികളുടെ ഫീസ് കൊടുക്കാൻ വഴിയില്ലാതിരിക്കുന്നവർ, സ്കൂൾ ഫീസ് കൊടുക്കാൻ വഴിയില്ലാതിരിക്കുന്നവർ, അങ്ങനെ പല രീതിയിലുള്ള മാനസികമായൊരു സംഘർഷവും കൂടെ NHM ജീവനക്കാരുടെ ഭാഗത്തുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ജീവനക്കാർ നൽകിയിട്ടുണ്ട്. വേതനം ഉടൻ ലഭിച്ചില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി സമരം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ജീവനക്കാരുടെ സംഘടനകൾ. കൈരളി ന്യൂസ്, പാലക്കാട്.